ഹായ്, നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ പുറത്തെ ആദ്യത്തെ കാഴ്ച ഈ സ്റ്റാച്യു ആണ്. അത് കണ്ടത് മോൻ പറഞ്ഞു, അമ്മ ഇത് കൃഷ്ണനല്ലേ എന്ന്. അങ്ങനെ അവൻ്റെ കൃഷ്ണനെയും ടാറ്റ കൊടുത്ത് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞത് അവൻ ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറിയേ. ഇത് കണ്ട ശ്രീകുട്ടി അവനെ ഇവിടുത്തെ താഴത്തേക്ക് ഇറക്കുന്നുണ്ട്, താഴത്തേക്ക് വീണു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവനെ കുറച്ച് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളെടുത്ത ഫോട്ടോ എന്നും പറഞ്ഞ് അവനൊരു നിൽപ്പായിരുന്നു. അങ്ങനെ അവൻ പിന്നെ ഫോട്ടോയ്ക്ക് പോസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോടായിരിക്കില്ലേ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കുക. ശ്രീകുട്ടി എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എവിടെ പോയാലും അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കാനാണ് അവൾക്കിഷ്ടം. ഞങ്ങളങ്ങനെ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. മ്യൂസിയത്തിന് മുന്നിലായി കാണുന്ന ഇത് തേക്കിൻ്റെ വേരുപടലമാണ്. തേക്കിൻ്റെ തടി കൊണ്ട് കൊത്തുപണികളോട് കൂടി ഒരു വാതിലാണ് ഈ കാണുന്നത്. വാതിലിലെ കൊത്തുപണി ഒരു തേക്കുമരത്തിൻ്റെതാണ്. ഇനി നീ അങ്ങ് മാറി നില്ലേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വന്നതാണ്. തേക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിനകത്തുണ്ട്. ഉരു നിർമ്മിക്കാൻ നിലമ്പൂർ തേക്കിൻ്റെ തടികളാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഒരു കപ്പലിൻ്റെ പെയിൻറ് ചിത്രമാണ് ഇപ്പോൾ കണ്ടത്. രണ്ടാളും കൂടെ സ്റ്റേജിൽ കയറി കളിക്കുക കേട്ടോ. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടികൾ കൊണ്ടാണ്. തേക്കിനെ കുറിച്ച് കലാപരമായും ശാസ്ത്രപരമായിട്ടും എല്ലാ വിവരങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. തേക്കിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു മോഡലാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. നാനൂറ്റി വർഷം പഴക്കമുള്ള തേക്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇത് ആ തേക്കിൻ്റെ തന്നെ ബേക്ക് വശമാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടാളും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തേക്കിൽ തീർത്ത ഒരുപാട് വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. തേക്കിൽ തീർത്ത ആ ഗോവണിയിലൂടെ മുകളിലേക്ക് പോയാൽ അവിടെയും ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. തേക്കുമരത്തെക്കുറിച്ച് മാത്രമല്ല, തേക്ക് തോട്ടത്തിൽ കാണുന്ന നിശാശലഭങ്ങൾ, പ്രാണികൾ, ചിത്രശലഭങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരെ ഇവിടെയുണ്ട്. തേക്കിൻ തടിയിൽ നിർമ്മിച്ച ആന, കേരളത്തിൻ്റെ ഭൂപടം, കുതിര, തോക്കുകൾ, ഇത്തരത്തിലുള്ള ഒട്ടനവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. തേക്കിൻ തടിയിലുള്ള വുഡൻ പാനലിങ്ങിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ആട്ടുകട്ടിലാണ് കേട്ടോ ഈ കാണുന്നത്. അതിലിരുന്നൊന്ന് ആടാനൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കരുതെന്ന്. പിന്നെ ഒരുപാട് പുരാതന ഗൃഹോപകരണങ്ങൾ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. റോൾ ടോപ്പ് ഡെസ്ക്, ചാരു കസേര, പണപ്പെട്ടി, ഇങ്ങനെയുള്ള ഒരുപാട് പുരാവസ്തുക്കളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കും ഇവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1995 ഇത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ മാത്രമായിട്ടോ ഇതുവരെ കണ്ടത്. ഇനി പുറത്തൊരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അതുമായി മറ്റൊരു വീഡിയോ തരാം.